ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിരിക്കണു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി പാൻ കേക്ക് റെസിപ്പിയുമായിട്ടാണ്. അതും നമ്മുടെ ബനാന വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഈ പാൻ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആകെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ എല്ലാതും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഗോതമ്പ് പൊടി ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൗഡറിന് പകരം മൈദ പൗഡർ എടുക്കുക. പക്ഷേ മൈദേനെക്കാട്ടിലും ഹെൽത്തി ഗോതമ്പാണല്ലോ. അപ്പോൾ ഗോതമ്പ് നമ്മൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിന് പഞ്ചസാര, നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടിയത് ഏലക്കയാണ്. ഏലക്ക അങ്ങനെ ഇടരുത്, പൊടിച്ച് പൗഡറാക്കിയിട്ട് അതിൻ്റെ പൗഡേഴ്സ് ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള നെക്സ്റ്റ് വിഭവം എന്ന് പറയുന്നത് മുട്ടയും വാഴപ്പഴവുമാണ്. കുറച്ച് നന്നായി പഴുത്ത വാഴപ്പഴമാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ നമുക്ക് ഒരുപാട് മുട്ടയൊന്നും വേണ്ട, ഒരൊറ്റ മുട്ട മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നമുക്കിതെല്ലാതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മളുടെ ഗോതമ്പ് പൊടിയും പാലും ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുപഴമാണ് ഏറ്റവും നല്ലത്. നന്നായി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ മുട്ട ഒന്ന് പൊട്ടിച്ച് അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത്ര ഐറ്റംസേ വേണ്ടുള്ളൂ. അതിനൊപ്പം 1 നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുക്കുന്ന സമയത്തുണ്ടല്ലോ നല്ല തിക്കും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ പാല് ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ തിക്നെസ്. ഇപ്പോൾ തിക്കായിട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ അതിന് ലൂസ് ആക്കുന്നത് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ്. പാല് നമ്മൾ ബോയിൽ ചെയ്ത പാല് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നോർമലി പച്ചപ്പാൽ യൂസ് ചെയ്താൽ മതി, നന്നായി വെന്ത് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തിളപ്പിച്ച് ആറിയ പാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷെ ഡബിൾ പണിയാണ്, അതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അത് കുറച്ചൊന്ന് തിക്കായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് നമ്മളുടെ ബാറ്ററിനൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് നമ്മുടെ മാവ് വരേണ്ടത്. നമുക്ക് ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഒരു പാന് നമ്മുടെ സ്റ്റൗവിൽ വെക്കുക, ചൂടാക്കുക. നന്നായി ഒന്ന് ചൂടായി കിട്ടണം. ചൂടാവുന്ന സമയത്ത് നമുക്ക് ഒഴിക്കണം? നമ്മളുടെ നെയ്യ് ഒഴിക്കണം. നെയ്യിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ബട്ടർ ആണെങ്കിലോ ഓയിലാണെങ്കിലോ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിലും ഒന്നും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും നെയ്യ് തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ പാൻ നന്നായി ചൂടാവണം. നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 2-3-4 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ നോൺ സ്റ്റിക്ക് പാനിൽ ഇത്രയും തോനെ നെയ്യ് ഒഴിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയോ? അങ്ങനെ തോന്നണ്ട. നമുക്ക് നമ്മുടെ വാഴപ്പഴത്തിൽ കുറച്ച് ഞാൻ പീസാക്കിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഫ്രൈ പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതൊരു പ്രത്യേക ഫ്ലേവറിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അതിനങ്ങോട്ട് നമ്മുടെ പാൻ കേക്കിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഈ ഓരോ പീസ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാന് നന്നായി ചൂടായിട്ടുണ്ട്. നമ്മുടെ നെയ്യ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുപഴം ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ പാനിൽ ഇതൊക്കെ മാറ്റിയെടുത്തു. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈ നെയ്യിൽ കിടന്നിട്ട് ഇതിൻ്റെ അടിവശം നല്ല രീതിയിൽ വെന്ത് കിട്ടണം, മുകൾ വശം വെന്ത് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം?
ഇത് കണ്ടോ, നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ സെൻറ്റർ പൊസിഷൻ ഉണ്ടല്ലോ, സെൻറ്റർ പൊസിഷനിൽ നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ടാവും മാവ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം വേണമെങ്കിൽ. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലും വേവും പുറത്തെ സൈഡ് നെയ്യിലും വേവും. ഓക്കെ, അപ്പോൾ അങ്ങനെ അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോൾ നമ്മളുടെ ഈ ലിഡിലുണ്ടല്ലോ ഒരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോൾ നമ്മൾ എന്തുകൊണ്ടെങ്കിലും അടച്ച് വയ്ക്കുക. ഞാനൊരു പേപ്പർ ചുരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലത്തെ ആവി പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പാൻകേക്കിൻ്റെ സെൻറ്റർ പൊസിഷനിൽ അങ്ങനെ ഒരു കുഴിയായി പോകും. അപ്പോൾ നമ്മൾ ലോ ടു ഹൈ അല്ല മീഡിയം ലെവലിൽ വെച്ചിട്ട് വേണം ഈ പാൻകേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഹൈ ലെവലിൽ വെക്കരുത്, അപ്പോൾ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനെ ഒരു പാനിക്ക് മാറ്റി ഉണ്ടല്ലേ. ആ ഒരു പോർഷൻ എനിക്ക് എടുക്കാൻ വേണ്ടി മറന്നു, കാരണം നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ ശരിയായിരുന്നില്ല, വീണ് പോയിട്ടാണ്. ദെൻ നമ്മൾ പിന്നെ മറു സൈഡ് വേവിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിന് മറു സൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പാൻ എടുത്ത് ഒരു പാനിക്ക് മാറ്റി വെച്ച ഒരു പ്ലേറ്റിക്കോ എന്തൊക്കെയെങ്കിലും ഇങ്ങോട്ട് മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് കിട്ടും. അതിനെ വീണ്ടും ഇതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും നല്ല രീതിയിൽ വരും. കണ്ടില്ലേ, താഴത്തെ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. താഴത്തെ പൊസിഷൻ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുറ്റിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ 2 തരമായിട്ട് കിടക്കുന്നത്. ഐ മീൻ സെൻറ്ററത്തെ പൊസിഷൻ ഒരു റൗണ്ടും അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു പൂ മാതിരി കാണുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് വെക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തെടുക്കണം, നമ്മൾ നെയ്യിൽ വറുക്കല്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് നമ്മളുടെ പഴത്തിൻ്റെ മിക്സ് ഇതിന് മുകളിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. രസം കാണാൻ മാത്രമല്ല നല്ല സ്മെല്ലുണ്ട്, കഴിക്കാനും അടിപൊളി അപാര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ 2 സൈഡും വെന്ത് കിട്ടി. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, മനസ്സിലായോ? ഞാൻ ആ പുറത്തുള്ള പോർഷൻ എന്താ ചെയ്തെന്ന് അതിന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി, ഒരു റോസ് പൂവാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്ര വലിയ കലാകാരി അല്ലാത്ത കൊണ്ട് എനിക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചെറു വാഴപ്പഴത്തിൻ്റെ പാൻകേക്ക് റെഡി ആക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടപ്പെടും. ഗോതമ്പ് മാവ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കോ ഇല്ലെങ്കിൽ എന്താ പറയുക പഴമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വിമിഷ്ടം കാട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ ഭക്ഷണത്തിൽ ഇതൊക്കെ ഉൾപ്പെടും ചെയ്യും. അവർ നല്ല ഇഷ്ടപ്പെട്ട എന്താ പറയുക വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. എപ്പോഴും ഒരേ ഫ്ലേവറിൽ ഒരേ ടേസ്റ്റിൽ ഒരേപോലെ ഉണ്ടാക്കാതെ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും എന്താവും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കാണിച്ചു തരാം. കണ്ടോ, കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ നമ്മൾ എടുത്തു. ഇനി ജസ്റ്റ് ഞാനൊന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം ഒട്ടും ഹാർഡല്ല, അത്രയും സോഫ്റ്റാണ്. ഞാനത് പറയുമ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. എന്തായാലും എല്ലാവരും തോന്നുന്നു നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ആരെയും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.